എൻ കണ്ണേ കാതലെ. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. വീട്ടുകെയ്തൻ എത്ര നേരം എന്റെ പാറു, ഒരു കിസ് പ്ലീസ് പ്ലീസ്. പറച്ചിലിനൊപ്പം അവളെ തിരിച്ചു നിർത്തി അവളുടെ ചുണ്ടിലേക്ക് അവൻ ചുണ്ടി ചേർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു. പാറു ആദ്യം ഒന്ന് പിടഞ്ഞെങ്കിലും പതിയെ അവളും ചുമ്മനത്തിൽ ലയിച്ചുപോയി. ഇരുതളങ്ങളെയും പതിയെ കവർന്നെടുത്തവൻ പാറു രേങ്ങലോടെ അവന്റെ ഷർട്ടിൽ തെരുത്തു പിടിച്ചു. ഡ്രസ്സിന് മുകളിലൂടെ പരതി നടക്കുന്നവന്റെ വിരലുകൾ പലയിടത്തും മുറുകി. പിടഞ്ഞുകൊണ്ട് അവന്റെ കൈ തടയാൻ നോക്കുമ്പോൾ ചെക്കൻ ഒന്നുകൂടെ അവൾ അമർത്തി കെട്ടിപ്പിടിച്ചു. എന്നിട്ടും മതിയാവാതെ പുറത്തൂടെ എഴിയുന്നവന്റെ കൈകൾ ടോപ്പിന് പിന്നിലെ സിബഴിച്ചതും പാറു ഞെട്ടി. അവനെ തള്ളി മാറ്റി പെണ്ണൊന്ന് കിതച്ചതും തോളിലൂടെ ആ ടോപ്പ് മൂർന്നിറങ്ങിയിരുന്നു. സോറി, പിടിച്ചു നിർത്താൻ പറ്റണ്ടെന്റെ പൊന്നെ, കൺട്രോള് പോയിടി. കൂർപ്പിച്ചു നോക്കുന്നവളെ നോക്കി ഇളിച്ച് കാണിച്ച് നഗ്നമായ തോളിൽ അമർത്തിയ ഒരു ഉമ്മ കൊടുത്ത് പതിയെ അവനെന്ന് അവിടെ നുണഞ്ഞു. എയ്തൻ, ബിഹേവ് യുവർ സെൽഫ്. ഇത് ഓഫീസാണ് നിന്ന് ജ്ഞാപകം വെച്ചിക്കോ. ചെക്കൻ്റെ മുഖം തട്ടി മാറ്റി പാറു ടോപ്പ് കയറ്റിയിട്ടു. എന്നാവാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് പുറകിലെ സിബ് കയറ്റി കൊടുത്ത് അവിടെ കൈ പിടിച്ചവൻ കൊഞ്ചി. എന്നോട് മൂക്ക് ഞാൻ ഇടിച്ചു പരത്തും. മര്യാദ നീ വേല ചെയ്യലെന്നാ, ആ പകിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിടും. അപ്പൊ പിന്നെ അവനക്ക് വീണ്ടും ഫീൽഡ് വർക്കിന് പോവാം. പാറു കൈകെട്ടി പറഞ്ഞു നിർത്തിയതും ചെക്കൻ്റെ മുഖം വീർത്തു. പോടി, എന്റെ പട്ടി പോവും ഫീൽഡ് വർക്കിന്. എന്റെ പൊന്നല്ലടി, ഈ ചാനോടെ മിണ്ടാന്ന് നിന്നെ വായി നോക്കിയിരുന്നോളാം പ്ലീസ് എടി. നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണെന്ന് അറിയാം, അതുകൊണ്ടാ. അതാ ഭയം എപ്പോഴും ഇരിക്കട്ടോ. ഇപ്പൊ പോയി അതാവ് സാപ്പിടല. അതൊക്കെ അപ്പുറം എനിക്ക് ഞാൻ നല്ലൊരു വേല തരാം. അതെന്ത് വേല? അതൊക്കെ ഇരിക്ക്, മുതലേ സാപ്പിടാം, അത് കഴിഞ്ഞ് ബാക്കി വാടകയും ചെല്ലോ. ചിരിയോടെ പറഞ്ഞവന്റെ കവളിൽ നിന്ന് പിടിച്ചു വലിച്ച് അവൾ പോയതും എയ്തൻ ചുണ്ടുകൂർപ്പിച്ചു. എന്തായാലും ഉച്ച കഴിഞ്ഞ് നല്ലൊരു പണികൾ തരുന്ന ഉറപ്പാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എങ്ങനെ അതിൽ നിന്ന് ഊരിപ്പോരെന്ന് ആലോചിച്ചിരുന്നവൻ രക്ഷകനായി എത്തിയത് ജോയായിരുന്നു. അവനൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്നും പാറുവിനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു ജോ ചോദിച്ചപ്പോൾ അവൾക്ക് മറുത്തൊന്നും പറയാൻ പറ്റിയില്ല. അവളുടെ കവിളിലൊന്ന് നുള്ളി വൈകുന്നേരത്തിന് മുമ്പേ പോയി വരാമെന്ന് പറഞ്ഞ് ജോയുടെ കൂടെ പോകുന്നവനെ പല്ല് കടിച്ച് പാറു നോക്കി നിന്നു. നീ ഇതൊന്നും പിടിപ്പിച്ചേ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. കയ്യിലെ ഗ്ലാസ് എഴുതുന്നേറ്റിയുള്ള ജോയുടെ പറച്ചിലിന് ഗ്ലാസ്സിലേക്ക് അവന്റെ മുഖത്തേക്ക് നോക്കി ചെക്കൻ പരിതപിച്ചു. വേണ്ട മോനെ വേണ്ട, ഈ സാധനം ഞാൻ അടിച്ച് ഞാൻ കയറി ചെന്നാലേ അവളെന്നെ ആ പരിസരത്ത് പോലും അടുപ്പിക്കില്ലടാ. ഇനി നീ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു വൈൻ ബിയർ പറഞ്ഞേക്ക്, ഞാൻ കുടിച്ചേക്കാം. അയ്യോ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. കള്ളച്ചിരിയോട് അവൻ പറഞ്ഞതിന് ജോ നിളിച്ച് കാണിച്ചു. നീ എന്താടാ ഒരുമാതിരി, മനുഷ്യനെ കൊതിപ്പിച്ചിരുന്നു. വാങ്ങിച്ചാടാ. എയ്തൻ ചുണ്ടൂർപ്പിച്ചു. അവനെ നോക്കിയൊന്ന് അമർത്തി മൂളിക്കൊണ്ട് വെയിറ്ററോട് ബിയർ കൂടി കൊണ്ടുവരാൻ ഓർഡർ കൊടുത്ത് കയ്യിലുള്ള ഗ്ലാസ് ജോ വായിലേക്ക് അമഴ്ത്തി. നീ കാര്യം പറയടാ. പ്ലേറ്റുള്ള ചിക്കൻ കാരെടുത്ത് കടിച്ചുകൊണ്ട് എയ്തൻ അവൻ ആകാംക്ഷയോടെ നോക്കി. ജോയുടെ മുഖത്തെ പരിങ്ങിൽ കണ്ട് എയ്തന്റെ മുഖമൊന്ന് ചുളിഞ്ഞു. എടാ, അത് അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവൻ എന്നോട് പലതും പറഞ്ഞിട്ടുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എടാ, ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയക്കുന്ന കാര്യം. ഓ, ആ അൺനോൺ നമ്പർ. എന്താടാ, ആളെ കിട്ടിയോ? പറയുമ്പോൾ ജോയുടെ മുഖം മാടി. കുറച്ചു നാളായി ജോക്ക് ഒരു വാട്സാപ്പ് നമ്പറിൽ നിന്ന് മെസ്സേജ് വരാൻ തുടങ്ങിയിട്ട്. ഒരു പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞു. ആദ്യം അവൻ താല്പര്യമൊന്നും കാണിച്ചില്ലെങ്കിലും പതിയെ പതിയെ അവൻ ആ മെസ്സേജുകളും അത് അയക്കുന്ന ഉടമയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. അതിന് നീ എന്നതിനാണ് ഇങ്ങനെ ശോകാവുന്നത്? ഇനി അത് പെൺകുട്ടിയല്ലേടാ? വല്ല തന്തയ്ക്ക് പിറക്കാത്തവന് ഊക്കിയതാണോ നിന്നെ? അവൻ്റെ ഇരിപ്പേണ്ട മുന്നിലേക്ക് വെച്ച ബിയർ പൊട്ടിച്ചുകൊണ്ട് ചക്കൻ ചീറി. അതൊന്നല്ലടാ, നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ ഒന്ന് പറയട്ടെ. എന്നവയൊന്ന് പറഞ്ഞു തൊലക്ക്. ചെക്കൻ്റെ മുഖമൊക്കെ മാറി. എടാ, അതും പെൺകുട്ടി തന്നെയാ. നിനക്ക് അടുത്തറിയാവുന്നോളാ? എനിക്കടുത്തറിയാവുന്നോളാ? ആരാടാ? മീരയാണോ? ഋതിക? ശ്രീലക്ഷ്മി? ചാരു? ദേവിക? ജെനി? കോളേജ് മുതൽ അവന്റെ ഇടവക വരെയുള്ള പെണ്ണുങ്ങളുടെ പേര് നിരത്തുന്നവനെ ജോ ദയനീയമായി ഒന്ന് നോക്കി. കല്യാണം കഴിഞ്ഞിട്ടും നിനക്കിതൊന്നും നിർത്താറായില്ലടാ പട്ടി. ഏയ് നോ, അങ്ങനെ പറയുന്നത്. പാറുവിനെ കണ്ട മുതൽ എന്റെ മനസ്സിൽ അവള് മാത്രമേ ഉള്ളൂടാ. ഷീ ഈസ് മൈ ട്രൂ ലവ്. പിന്നെ മറ്റുള്ളവരുടെ പേരൊന്നും ഞാൻ മറന്നിട്ടില്ലെന്ന് മാത്രം. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഹൈ നോ, ഞാനെല്ലാം നിർത്തി. ഇപ്പൊ പക്ക ഡീസന്റാ. കിളിയോടവൻ പറഞ്ഞു നിർത്തിയതും ജോ ചുണ്ട് കടിച്ചു പിടിച്ചിരിച്ചു. നീ അതൊക്കെ വിട്, ഇവരാരും പിന്നെ ആരാടാ? എയ്തം വീണ്ടും ചോദിച്ചു. ജോ വീണ്ടും പരിങ്ങി. എടാ, അത് നിന്റെ അനിയത്തില്ലേ, ആ തല തെറിച്ചോളൂ മിയ, അവളാടാ. പറഞ്ഞു കഴിയിലും മുന്നിലെ കുപ്പിയടക്കം വായിലേക്ക് അമിഴ്ത്തി കുടിച്ച് ചെക്കൻ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. ഏയ് മിയ,
എയ്തൻ അപ്പോഴും കേട്ട കാര്യത്തിന്റെ പകപ്പിൽ അന്തിച്ചിരിക്കുകയായിരുന്നു. പ്രഭുതി മേഡം ഇറങ്ങുന്നില്ലേ? ഇന്ന് ലേറ്റ് ആയല്ലോ. ഓഫീസിലെ സ്റ്റാഫ് വന്ന് വിളിച്ചപ്പോഴാണ് പാറു ലാപ്പിൽ നിന്ന് മുഖമുയർത്തിയത്. ടൈം 6 കഴിഞ്ഞിട്ടുണ്ട്. ജോലി തിരക്കിലെല്ലാം മറന്നുപോയതാണ്. എയ്തനാണെങ്കിൽ ഇതുവരെ തിരിച്ചു എത്തിയിട്ടില്ല. ഓഫീസ് ടൈം എല്ലാവർക്കും 5:30 വരെയാണ്. പിന്നെയും ചില മെയിൽ സ്റ്റാഫുകളാണ് 7 മണി വരെ നിൽക്കുക. ദീനുവിനെയും കൊണ്ട് ഹോസ്പിറ്റൽ പോകേണ്ട ദിവസമായതുകൊണ്ട് ആദ്യം ഇന്ന് ലീവാണ്. ആദ്യം ഭാഗ്യവും ലീവ് എടുത്തിട്ട് കുറച്ചായി. കല്യാണത്തിന് ഇനി 5 ദിവസം കൂടിയേ ഉള്ളൂ. പാറു ഫോൺ എടുത്ത് എയ്തനെ വിളിച്ചതും കോള് കിട്ടുന്നുണ്ടായിരുന്നില്ല. റേഞ്ച് കിടക്കാത്ത എവിടെയെങ്കിലും പോയി ഇരിക്കുന്നുണ്ടാവും. തിരുട്ട് റാസ്കൽ. പാറു ചുണ്ട് കടിച്ചു പിടിച്ച് പെരുപുറത്ത് ലാപ്പടച്ച് അവിടുന്ന് എഴുന്നേറ്റു. 2-3 പ്രാവശ്യം കൂടി വിളിച്ചു നോക്കിയെങ്കിലും റിങ് പോയെങ്കിലും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. വാശി കയറിയവൾ പിന്നെ അവനെ വിളിക്കാതെ ഓഫീസിലെ സ്റ്റാഫിനോട് അവൻ വന്നാൽ പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ഇനിയും നേരം വൈകാതെ അവിടുന്ന് ഇറങ്ങിയിരുന്നു. രാവിലെ പാറുവിന്റെ സ്കൂട്ടിക്കാണ് അവർ രണ്ടുപേരും വന്ന്. ഓഫീസിലൊക്കെ പോകാൻ സൗകര്യത്തിനായി എഴുതാൻ വാങ്ങിച്ചോട് തന്നെയാണത്. തോട്ടത്തിൽ വെറുതെ അടക്കുകയാണെങ്കിലും അവിടുത്തെ കണക്കൊക്കെ നോക്കി ശരിപ്പെടുത്തി വെക്കുന്നതിന് ഒരു എമൗണ്ട് സാലറി എന്ന പേരിൽ അവന്റെ അക്കൗണ്ടിലേക്ക് ജേക്കബ് ഇട്ടു കൊടുക്കാറുണ്ട്. കുറേയൊക്കെ അടിച്ചു പൊളിച്ച് കളയെങ്കിലും ചെറിയ ചെറിയ സേവിങ്സ് ഒക്കെ അവനും ഉണ്ട്. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയാൽ ഇതുവരെ പെണ്ണിനെയൊന്നും വിളിച്ചിട്ടില്ല. കൂട്ടുകാരനെ കിട്ടിയപ്പോ പാറു കൊച്ചിനെ അവൻ മറന്നു. വേണമെങ്കിൽ നടന്നു വരട്ടെ അവൻ. പെണ്ണിന് നല്ല സങ്കടമുണ്ട്, അതിലുപരി നല്ല കുശുമ്പും. സ്കൂട്ടി സ്റ്റാർട്ടാവാൻ നേരത്തെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചെങ്കിൽ കാര്യമൊന്നും ഉണ്ടായില്ല. പുറംപോക്ക്. വന്ന ദേഷ്യത്തിന് തമിഴിൽ അവൻ 2 തെറിയും വിളിച്ച് പാറു സ്കൂട്ടി പറപ്പിച്ചു വിട്ടിരുന്നു. വായിൽ തോന്നിയതൊക്കെ എയ്തനെ വിളിച്ച് അവനോടുള്ള ദേഷ്യം മുഴുവൻ ഡ്രൈവിംഗിൽ തീർത്തുകൊണ്ടാണ് പാറു പോകുന്നത്. കുറച്ചങ്ങ് പോയതും മെയിൻ റോഡിലേക്കും അതിന് നേരെയുള്ള ഇടവഴിയിലേക്കും അവളുടെ കണ്ണുകൾ ചലിച്ചു. ഷോർട്ട് കട്ടാണത്. ആ ഇടവഴി തിരിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് അവൾക്ക് വീട്ടിലേക്ക് എത്താം. മെയിൻ റോഡ് വഴിയാണെങ്കിൽ കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകിയതുകൊണ്ട് എയ്തന്റെ ഒപ്പം വന്ന് ഈ വഴിക്കാണ്. ഒപ്പം ഒറ്റയ്ക്ക് ഈ വഴി വരേണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. വഴി അത്ര നല്ലതല്ല. എന്നാലും നേരം വൈകിയതുകൊണ്ട് ആ വഴി തന്നെ പോവാൻ തീരുമാനിച്ചിരുന്നു പാറു. ഇരുട്ടാവുന്നല്ലേ ഉള്ളൂ. സ്പീഡിലൊന്ന് പറപ്പിച്ചു വിടുമ്പോഴേക്കും വീടെത്തും. പിന്നെ അവൻ പോവേണ്ടെന്ന് പറഞ്ഞാണല്ലോ. എന്നാ പിന്നെ അങ്ങ് പോയെന്ന് അവളും വിചാരിച്ചു. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പാറു വണ്ടി ഓടിച്ചത്. ആളുകളുടെ തിരക്കൊന്നുമില്ലാത്ത ഒരു വശം പാടവും മറുവശം റബ്ബർ മരങ്ങൾ നിറഞ്ഞ ടാറിട്ട റോഡാണ്. ഒരു പോക്കറ്റ് റോഡ്. രാവിലെ ഇതിനൊപ്പം വന്നപ്പോൾ നല്ല രസമായി തോന്നിയെങ്കിലും ഇപ്പോഴുള്ള റോഡിന്റെ ഭീകരത ചെറുതായി പാറുവിനെ പേടിപ്പിക്കാതിരുന്നില്ല. അതിന് മാറ്റുകൂട്ടാനെന്ന പോലെ പാടത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില കൂകി വിളികളും എന്തൊക്കെയോ അപശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. കള്ളും മറ്റും വലിച്ചു കയറ്റി ആളുകൾ ഒച്ചെടുക്കുന്നതാണത്. രാവിലെ ഈ വഴി വന്ന നിമിഷം പാറുവിന്റെ കൺമുമ്പിൽ തെളിഞ്ഞു. ഈ ചായന്റെ പൊന്നുമോൾ ഈ സ്ഥലത്തിന് ഭംഗിയൊക്കെ ഉണ്ട്. ഞാനില്ലാതെ ഞാൻ ഈ വഴി വന്നാലേ എന്റെ തനിക്കോണം നീ കാണും. കാണുന്ന പോലെ ഭംഗിയൊന്നുമല്ല ഇവിടെ. ഒരു നേരം കഴിഞ്ഞാൽ ബോധമില്ലാത്ത ടീമുകളെ ഈ വഴിയിലുണ്ടാവും. യാര് മുന്നേ പോലെയാ? അവന്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് മുഖം ചായച്ച് ഒരു ചിരിയോട് അവൾ ചോദിച്ചതിന് എയ്തൻ മുഖം ചിരിച്ച് അവളെ നോക്കി. എന്റെ കൊച്ചു തമാശിച്ചാണോ? എന്നായി ചാൻ ചിരിച്ചുതരാം. ചുണ്ടുകുറിപ്പിച്ചുള്ള അവന്റെ പറച്ചിലിൽ അവൾ ചുണ്ടുകൂട്ടി. അപ്പൊ പറഞ്ഞവർക്കണ്ട, ഈ വഴിയെങ്ങാനും നീ ഒറ്റക്ക് വന്നാ. എയ്തന്റെ വാക്കുകൾ വീണ്ടും ചെവിക്കുള്ളിൽ കടന്നൽ പോലെ കുത്തിക്കയറിയപ്പോൾ പാറു ഒന്ന് തലകുടഞ്ഞു. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്ന് തോന്നി അവൾക്ക്. പെട്ടെന്ന് റബ്ബർ മരങ്ങൾക്കിടയിൽ നിന്ന് ഓടി വന്ന പട്ടി വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണതും പാറുവിന്റെ കയ്യിൽ നിന്ന് വണ്ടി സ്ലിപ്പായിരുന്നു. എങ്ങനെയോ കാലുകുത്തി വീഴാതെ പാറു പിടിച്ചെന്നെങ്കിലും വണ്ടി ഓഫായി പോയിരുന്നു. കടവുളെ എന്നാ ചെയ്തിനെ? 2-3 പ്രാവശ്യം സ്റ്റാർട്ടാക്കിയിട്ടും സ്റ്റാർട്ടാവാത്ത സ്കൂട്ടിയിൽ നിന്ന് പാറു ചാടി ഇറങ്ങി. പട്ടി അപ്പോഴേക്ക് അതിന്റെ പാട് നോക്കി പാടത്തേക്ക് ഇറങ്ങി ഓടിയിരുന്നു. വീണ്ടും ഒന്നുകൂടി അവൾ ശ്രമിച്ചു നോക്കിയെങ്കിലും വണ്ടിക്ക് ഒരു അനക്കവുമില്ല. വാനം ഇരുട്ടുമൂടിക്കൊണ്ടിരുന്നു. പാറുവിന്റെ കൈയും കാലും വിറച്ചു തുടങ്ങി. ഈ വഴി വരാൻ തോന്നിയ നേരത്തെ ശപിച്ചുകൊണ്ട് ഫോൺ എടുത്ത് ആദ്യം അവൾ വിളിച്ചത് ഇതിനെ തന്നെയായിരുന്നു. പഴയതുപോലെ ഫോൺ റിങ് ചെയ്ത് നിന്നും ഉള്ളിൽ നിന്ന് ഉരഞ്ഞു പൊന്നിയ ദേഷ്യവും സങ്കടവും പേടിയൊക്കെ കൂടി ചേർന്ന് അവളൊന്ന് തേങ്ങിപ്പോയി. പെട്ടെന്ന് ഫോണിലേക്ക് വന്ന സാറയുടെ കോളിൽ പാറു ഒന്ന് ഞെട്ടി. ധൃതിപ്പെട്ട് ഫോൺ എടുത്തവൾ വേഗം തന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ സാറയോട് പറഞ്ഞു. എയ്തനെ കുറെ ചീത്ത വിളിച്ചതിനൊപ്പം ആ വഴി വന്നതിന് പാറുവിനും കിട്ടിയിരുന്നു സാറയുടെ വക. അവിടെ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്ക്, അലക്സിനെ വേഗം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് സാറ് ടെൻഷനോടെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ പാറുവിൽ ചെറിയൊരു ആശ്വാസം നിറഞ്ഞിരുന്നു. ഇന്നലെയാണ് എന്നെ വിളിക്കുന്നു മെസ്സേജ് അയക്കുന്നില്ല മീയാണെന്ന് അറിഞ്ഞ്. അല്ലാതെ മനഃപൂർവ്വമല്ല, ഞാൻ പറ്റിപ്പോയി. നീ അതിന് ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടല്ല. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് നിന്റെ പെങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്നും മിണ്ടാതിരിക്കുന്നവനോട് ഒരു ഉറപ്പോലെ ജോ പറഞ്ഞു നിർത്തിയതും എയ്തൻ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി. എന്നാ ശരി, അത് സോൾവായി. ഇതാണോ നീ ഇത്ര സീരിയസ് ആയിട്ട് പറയാനുണ്ടായ കാര്യം? ഞാൻ കുറെ പ്രതീക്ഷിച്ചു. ബിയർ ഒന്നുകൂടെ സിപ്പ് ചെയ്തുകൊണ്ട് അവനെ തലയുടഞ്ഞു. നിനക്കിതിലൊന്നും പറയാനില്ലേ? ജോ പതർച്ചയോടെ അവനെ നോക്കി. ഞാനിനി എന്നാ പറയാനാ? അപ്പോഴേക്കും നീ സോൾവ് ആക്കിയില്ലേ? അവന്റെ ആ പതർച്ചറിഞ്ഞ പോലെ അവസാന വാചകം ഒന്ന് ഊന്നിയാണ് അവൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ മീ അവന് ഇഷ്ടമാണെന്ന് ചെക്കൻ്റെ മുഖത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ PhD എടുത്ത് എഴുതിൻ്റെ അടുത്ത് ആ ചെറുക്കൻ്റെ കളി
ടെൻഷൻ അടിച്ചിരിക്കുന്ന ജോയെ നോക്കി പൂച്ചിച്ച് അവൻ അടക്കി ചിരിച്ചു. അങ്ങനെയല്ലടാ, മുഴുവനായിട്ട് സോൾവ് ആയിട്ടില്ല. അവളിപ്പോഴും ഇഷ്ടാണെന്നൊക്കെ ഇങ്ങനെ ജോ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എന്തോന്നു? ഞാൻ കേട്ടില്ല. ഒറ്റപ്പുരിയം പൊക്കി പിടിച്ച് എഴുതാൻ അവനെ ചൊഴിഞ്ഞു നോക്കി. കാളിയാക്കലടാ പൂജ, അവൾക്കിനെ മറക്കാൻ പറ്റില്ലെന്ന്. അവൾക്കല്ലേടാ പ്രശ്നം, അത് ഞാൻ ശരിയായിക്കോളാം. നിനക്ക് അവള് ഇഷ്ടമല്ലല്ലോ, അപ്പൊ പിന്നെ ആ ഒരു പ്രോബ്ലം അല്ല. കൂളായി എഴുതാൻ പറഞ്ഞിരുത്തിയതും ജോയുടെ മുഖം വീർത്തു. ഡത്തെണ്ടി ഒരുമാതിരി പൊട്ടം കളിക്കല്ലേ. എനിക്കും അവൾ അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല. എന്തിന്? മൂത്രയിക്കാനോ? അല്ലടാ, എനിക്കവളെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. എന്തോ? എങ്ങനെ? പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലെന്ന് അല്ലേ? വേണ്ട, നീ സമയം എടുത്ത് മറന്നാ മതി പോരെ. എനിക്ക് അവളെ ഇഷ്ടമാ പുല്ലേ. വെറുതെ ഇരുന്ന മനുഷ്യന്റെ ഉള്ളിൽ ഓരോന്ന് കുത്തിക്കയറ്റി വെച്ചിട്ട് അങ്ങനെ നിന്റെ അനിയത്തി വിട്ടു പോകാൻ എനിക്ക് പറ്റുകയില്ല. മുന്നിലിരിക്കുന്ന ഗ്ലാസ് വായിലേക്ക് അമഴ്ത്തിക്കൊണ്ട് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തിയതും എഴുതാൻ അവനെ നോക്കി ചുണ്ട് കടിച്ചു പിടി ചിരിച്ചു. ഇപ്പൊ നീ പറയണം, നിന്റെ പെങ്ങൾ എനിക്ക് തരൂല്ല എന്ന്. ചുണ്ടെന്ന് അമർത്തി തുടച്ച് എഴുതന്റെ ഷർട്ടിന്റെ കോളർ അവൻ പിടിച്ചു വലിച്ചു. ഞാൻ തരില്ല എന്ന് പറഞ്ഞ ജോയുടെ വിരലുകൾ അവനിൽ നിന്ന് അയഞ്ഞു. നീ അങ്ങനെ പറഞ്ഞ പിന്നെ എനിക്കെന്താന്ന് അറിയില്ല. നീ അവളെ തന്നിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. പിന്നെ നിന്റെ കൺമുമ്പിൽ പോലും എന്നെ കാണില്ല. പക്ഷെ നീ എന്റെ റോഷല്ലേ, നീ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. സ്വയം പുലമ്പിക്കൊണ്ട് അവൻ തലമിച്ചിരുന്നു. എഴുതാൻ അടക്കി പിടിച്ച ചിരിയോടെ അവനെ നോക്കി. ഇപ്പൊ വലിച്ചു കയറ്റിയതൊക്കെ നല്ലപോലെ തലക്ക് പിടിച്ചിട്ടുണ്ട് ചെക്കൻ്റെ. എന്തോ ഇനി അവനെ ഓരോന്ന് പറഞ്ഞ് ചുണ്ടി പിടിപ്പിക്കാൻ അവന് തോന്നിയില്ല. ശരി, ഇനി ഞാൻ സമ്മതിച്ചില്ല നേരം നീ നാട് വിടാനും നിൽക്കണ്ട. അല്ലെങ്കിൽ ആ കുരുത്തം കെട്ടിനൊക്കെ ആരുടെ തലയിൽ കെട്ടിവെക്കുന്ന ആലോചിച്ച് എനിക്കിനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിന്റെ വിധി, അല്ല ഞാനെന്ത് പറയാനാ. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇരിക്കണി പോയി തലവെക്കോ? കൈമലത്തി അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജോയുടെ മുഖത്ത് പൂനിലാവ് ഉദിച്ചിരുന്നു. എടാ, നിന്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിലോ? കണ്ണു മൂക്ക് അമർത്തി തുടച്ച് ജോ അവനെ നോക്കി. അയ്യടാ, എന്താ അവൻ്റെ ഒരു ശുഷ്കാന്തി. ഇത്ര നേരം നാട് വിടാൻ നിന്നവനാ. അതിന് ജോ ഒന്ന് വിളിച്ച് കാണിച്ചു. വീട്ടുകാരുടെ കാര്യം നീ ഇപ്പൊ ആലോചിക്കണ്ട, അതിനൊക്കെ നിന്റെ പുന്നാരളിനോട് ഇരിക്കല്ലേ. എല്ലാം ഞാൻ സെറ്റാക്കി തരും. ഉറപ്പുപോലെ അവൻ പറഞ്ഞു നിർത്തിയതും ജോ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചിരുന്നു. പിന്നെ ഓരോന്ന് പറഞ്ഞിരുന്ന സമയം പോയതും രണ്ടുപേരും അറിഞ്ഞില്ല. സന്തോഷം കൊണ്ടാണോ എന്തോ കുടിച്ച കള്ളിന്റെ കണക്ക് കുറച്ച് കൂടിയതുകൊണ്ടാണോ ജോയുടെ കാലം നിലത്തുറക്കുന്നില്ലായിരുന്നു. അവനെ താങ്ങി പിടിച്ച് തിരിച്ച് വീട്ടിലേക്കാക്കിയത് ഇതിനാണ്. ജോയെ വീട്ടിലാക്കി തിരിച്ചിറങ്ങാൻ നേരം ചെറുതായി ഇരുട്ട് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചാണ് ചെക്കന് സമയത്തെക്കുറിച്ച് ബോധമുണ്ടായത്. ഈശോയെ, 6 എന്റെ പാറു. വാച്ചിൽ സമയം നോക്കി നെഞ്ചിൽ കൈവച്ച് ചെക്കൻ ഫോൺ തപ്പി പിടിച്ച് അവൾ വിളിക്കാൻ നോക്കിയപ്പോഴാണ് ഫോണും കയ്യിലില്ലെന്ന സത്യവും മനസ്സിലാക്കിയത്. അവിടെ ബാറിൽ വെച്ച് ഫോൺ മറന്നിരിക്കുന്നു. തലക്കിട്ടൊന്ന് കൂട്ടി ജോയുടെ ബൈക്കിൽ തന്നെ അവൻ തിരിച്ച് ബാറിലേക്ക് വിട്ടു. ഫോൺ അവിടെ തന്നെയുണ്ട്. സൈലന്റ് ആയതുകൊണ്ട് അതവിടെ മിണ്ടാതിരിപ്പുണ്ടായിരുന്നു. ഇന്ന് അവൾ എന്നെ നിർത്തി പൊരിക്കും. ഡിസ്പ്ലേയിൽ തെളിഞ്ഞാണെന്ന പാറുവിന്റെ മിസ് കോൾ കണ്ട് അവൻ തലക്ക് കൈ കൊടുത്തു. അവളെ തിരിച്ചു വിളിക്കണോ ഓഫീസിലേക്ക് പായണോ എന്നൊരു നിമിഷം അവൻ ചിന്തിച്ചിരുന്നപ്പോഴേക്കും ഫോണിലേക്ക് വന്ന സാറയുടെ കോൾ കണ്ട് അവൻ പെട്ടെന്ന് അത് എടുത്തിരുന്നു. ഇരുട്ടാവും തോറും പാറുവിനുള്ളിൽ പേടി കൂടി വന്നു. അലക്സിനെയാണെങ്കിൽ കാണുന്നില്ല. ഒരു പ്രാവശ്യം കൂടി എഴുതാൻ വിളിക്കാൻ ഫോൺ എടുത്തെങ്കിലും ചാർജ് തീർന്ന് അത് ഓഫായി പോയിരുന്നു. വണ്ടി ഒതുക്കി വെച്ച് അവിടെയുള്ള മരത്തിന്റെ അടുത്തേക്ക് പറ്റിച്ചേർന്ന് നിന്നു പാറു. ആരുടെയൊക്കെയോ കാലടി ശബ്ദം കേൾക്കുന്നുണ്ട്. പാറുവിന്റെ കൈയും കാലും വിറച്ചു. ഏതാരായി നിൽക്കുന്നത്? പാറു ചേർത്തിയോ? എന്നാ പറ്റി ഈ നേരത്തിയുടെ? പാറു ഞെട്ടിപ്പടഞ്ഞ് തിരിഞ്ഞു നോക്കിയതും പുറകിൽ നിൽക്കുന്ന എഡിനെ കണ്ട് പേടിച്ചവൾ പിന്നോട്ട് ആഞ്ഞുപോയി. കണ്ണൊക്കെ ചുവന്ന് മുഖമൊക്കെ വീർത്തി കെട്ടി ഒരു വല്ലാത്ത കോലത്തിനാണ് അവന്റെ നിൽപ്പ്. ഒപ്പം കുഴഞ്ഞ സംസാരവും നിലത്തുറച്ചു നിൽക്കാതെ കാൽപാദങ്ങളും. അവന്റെ പിറകിൽ മറ്റാരൊക്കെയോ ഉണ്ട്. പക്ഷെ വെളിച്ചത്തിലേക്ക് വരാത്തതുകൊണ്ട് അതാരാണെന്ന് വ്യക്തമല്ല. ഇതയുടെ യുവാൻ കഴിഞ്ഞ് എഡിൻ തിരിച്ചുപോയി എന്നാണ് വല്യമ്മച്ചി വഴി അവൾ അറിഞ്ഞത്. പിന്നെ ഇപ്പൊ എങ്ങനെ ഇവനിവിടെ പൊട്ടിമുളച്ചു? അവൾക്ക് മനസ്സിലായില്ല. സാറയും മീയും പറഞ്ഞ എഡിന്റെ കയ്യിലിരിപ്പിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ പാറുവിന്റെ നെഞ്ച് ശക്തിയിൽ മിടിച്ചു തുടങ്ങി. പക്ഷെ പേടിച്ചെന്നാൽ ശരിയാവില്ല. എന്തായാലും അലക്സിപ്പ് വരും. അതുവരെ എങ്ങനെയെങ്കിലും അവൾക്ക് പിടിച്ചെന്നേ പറ്റൂ. ഇതെന്നതായി ചിന്തിച്ചിരിക്കുന്ന നേരത്തെ എന്നാ പറ്റിയതാണെന്ന്. സ്കൂട്ടിയിൽ അമർത്തിയൊരു അടി കൊടുത്തുള്ള അടിയിൽ പാറു അവനെ ഞെട്ടിപ്പിടിഞ്ഞ് നോക്കി. സ്കൂട്ടി ബ്രേക്ക് ഡൗൺ ആയിടിച്ച് ചേട്ടായി, ഞാൻ കൂപ്പിട്ടിരിക്കെ അവരിപ്പോ വന്നിരും, നീ പോ. ഉള്ളിലെ പേടി പുറത്ത് കാണിക്കാതെ പാറു രൂക്ഷമായി അവനെ നോക്കി. അതെ, ഞാൻ പറച്ചില്ല എൻ്റെ ചേർത്തിയെ തനിച്ചാക്കി എനിക്ക് അങ്ങ് പോകാൻ പറ്റുമോ? നമുക്കിങ്ങനെ ഓരോന്നും മിണ്ടിയും പറഞ്ഞിരിക്കാന്നേ. പറഞ്ഞുകൊണ്ട് കൈ നീട്ടി അവൻ അടുത്തേക്ക് വന്നു. അവൾ 2 അടി പുറകിലേക്ക് വെച്ചു. വേന,
നീ ഉന്നയുടെ കാര്യം നോക്കി പോയിട്ട് ചേട്ടാ ഇപ്പൊ വന്നിടും. സുമ അവരുടെ കൈക്ക് വേലയാക്കാതെ. പാറു അവനെ ഒന്നുകൂടെ പേടിപ്പിക്കാൻ നോക്കി. ഓ പിന്നെ നിന്റെ അലക്സ് ചേട്ടായി വന്നതിനെ പോലെത്തും. ഞാൻ എന്നതായാലും ഇപ്പൊ പോവാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കിങ്ങനെ തൊട്ടും തലോടിയൊക്കെ നിൽക്കാന്നേ. അതിനു മുന്നേ ഞാൻ ചേട്ടത്തിക്ക് ഒരാളെ പരിചയപ്പെടുത്തരാം. അല്ല, പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ചേട്ടത്തിക്ക് നന്നായിട്ട് അറിയുന്ന ആളാ. ശരിയോടെ പറഞ്ഞാൽ നിർത്തിയതും പാറുവിന്റെ മുഖം സംശയത്താൽ ചുരുങ്ങി. അണ്ണാ ഇങ്ങ കയറിപ്പോര്. അപ്പോഴേക്കും തന്നെ പുറകിലുണ്ടായിരുന്നവൻ എഡ്വി നീട്ടി വിളിച്ചു. വല്ലാത്തൊരു ശരിയോടെ മുന്നിലേക്ക് കയറി വന്നതിനെ കണ്ട് പാറു തറഞ്ഞെന്ന് പോയി. എന്താണ് ചേർത്തി, ആളെ ഓർമ്മയുണ്ടോ? അതോ ഇത്ര പെട്ടെന്ന് മറന്നോ? അങ്ങനെ മറക്കാൻ വഴിയില്ലല്ലോ അല്ലേ അണ്ണാ? അതേടാ എഡ്വി, പ്രഭൂതിമയുടെ അത്ര പെട്ടെന്നൊന്നും എന്നെ മറക്കാൻ വഴിയില്ല. ഇനി മറന്നാൽ തന്നെ ഓർപ്പിക്കാനല്ലേ നമ്മൾ വന്ന്. അതും ഇനി ഈ ലൈഫില് അവൾ ഒരിക്കലും മറക്കാത്തൊരു ദിവസം കൊടുക്കാൻ. വല്ലാത്തൊരു സിരിയോട് അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും പാറു വിറച്ചു പോയിരുന്നു. അന്ന് കോളേജിൽ നിന്ന് അവനെ പുറത്താക്കിയ ദിവസമാണ് അരുണിനെ അവൾ അവസാനമായി കാണുന്നത്. എന്താടി മോളെ നോക്കുന്നേ? അന്ന് നിന്നെ ഒന്ന് തൊട്ടതിന്റെ പേരിൽ നീയും നിന്റെ മാറ്റവനും കൂടെ ഇല്ലാതാക്കിയത് എന്റെ കരിയർ തന്നെയാടി. ആ നിന്നെ എങ്ങനെ എന്റെ മുമ്പിൽ പക വീട്ടാനായിട്ട് ദൈവം ഇട്ടുതരുന്നത് ഒട്ടും ഞാൻ വിചാരിച്ചയില്ല പ്രഭൂതി. അതും അവന്റെ കഴുത്തും മുന്നിലിട്ട് നിൽക്കുന്ന നിന്നെ. നമുക്ക് ഇന്ന് അടിച്ച് പൊളിക്കാം. ആർത്തി ചിരിച്ചുകൊണ്ട് തന്നെ അടുത്തേക്ക് ആഞ്ഞു വരുന്നവനെ കണ്ട് പാറു തിരിഞ്ഞോടാൻ നോക്കിയെങ്കിലും അപ്പോഴേക്ക് അരുൺ അവളെ കൈക്കുള്ളിലേക്ക് വലിച്ചിട്ടിരുന്നു. എങ്ങോട്ടേക്കാടി പന പുന്നാര മോളെ നീ ഓടുന്നേ? നിനക്ക് അറിയണ്ടേ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്? അതും ഈ സമയത്ത് എല്ലാം ഞാൻ അറിയിച്ചു തരുന്നുണ്ടടി, എല്ലാം. അതിനു മുന്നേ ഇവിടുന്ന് നമുക്ക് അങ്ങ് പോവാം. അതാണ് ഞങ്ങൾക്ക് കൂടുതൽ സൗകര്യം. കുറച്ചു നാളായിടേ നിന്നെ ഒറ്റക്കൊന്ന് കിട്ടാൻ ഞങ്ങൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ നീ തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കി തന്നു. വിടുകളാ! അലറി പൊളിച്ചുകൊണ്ട് പാറു തന്നാലാവുന്ന ശക്തി പുറത്തെടുത്ത് അവനെ തള്ളി മാറ്റാൻ നോക്കിയതും. ഡൈഡ്വി, നീ ആ സാധനം എടുത്തേ. ഇവളുടെ ഉശീരൊന്ന് കുറക്കട്ടെ ആദ്യം, എന്നിട്ടാവും ബാക്കി. അവളെ രണ്ടു കൈ കൊണ്ട് അടക്കി നിർത്തി അരുൺ എഡിയുടെ നേരെ തിരിഞ്ഞു. പോക്കറ്റിൽ നിന്ന് അവൻ എന്തോ സിറിഞ്ചെടുക്കുന്നു. തന്നെ നേരെ വരുന്നു പാറു കണ്ടതും അവൻ അവിടെ അടുത്തെത്തിയ നിമിഷം കാലുയർത്തി പാറുവിന്റെ അടിനാഭി നോക്കി തൊഴിച്ചിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.